എടാ മോനെ, അപ്പൊ ഡേ 4 ഓഫ് ബിഗിനേഴ്സ് ചാലഞ്ചിക്ക് നമ്മൾ മൂവ് ചെയ്യണേ. ഡേ 3 നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മ പഠിപ്പിക്കുന്ന രീതി, നമ്മ പഠിപ്പിക്കുന്ന ആ സിസ്റ്റം എത്ര ഈസിയാണ്, അടിപൊളിയാണ്, ഇഫക്റ്റീവ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഡേ 3 നമ്മൾ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ട്, ലൈക്ക് ഒരു കിക്ക് സ്റ്റാർട്ടർ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഡേ 3 തൊട്ടിട്ട് ഡേ 10 വരെയുള്ള ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ക്ലാസ്സസ് മാത്രം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു 70% ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എന്നോട് ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. എടാ ബ്രോ, എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല, എനിക്ക് അങ്ങോട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു റീസൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടാത്തത്? അതിന്റെ ഒറ്റ റീസൺ ഉള്ളൂ, നിങ്ങൾക്ക് ആ സ്കില്ലില്ല. നിങ്ങൾ പറയാൻ പോണത് പൊട്ടത്തെറ്റാന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിഗിനേഴ്സ് ചാലഞ്ച് നിങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ ആ സ്കില്ലും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ആ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മൗത്തിലും നിങ്ങളുടെ ബ്രെയിനിലും ഇംഗ്ലീഷ് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ് വരും. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് അവിടെ പോയി സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ ഇവിടെ ഫോക്കസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. 20% ആണ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 80% നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ചും നമ്മളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിഗിനേഴ്സ് ചാലഞ്ച് എന്താണെന്നും ബിഗിനേഴ്സ് ചാലഞ്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് ഡേ 4 സെയിം PPT ഡേ 4 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡേ 4 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു റീക്യാപ്പ് തരാം. എല്ലാ നെറ്റിഗിറ്റി ഡീറ്റെയിൽസിക്കൊന്നും മുന്നില്ല, ജസ്റ്റ് ഒരു റീക്യാപ്പ് വരുന്നത്. കാരണം എന്താണെന്ന് അറിയോ, എല്ലാ ക്ലാസ്സിലും ഞാൻ റീക്യാപ്പ് വരാനുള്ള ഒറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫണ്ടമെന്റൽ ആണ്. ഇത് നിങ്ങൾ സെറ്റ് ആയാലാണ് നിങ്ങൾക്ക് ഇതിന്റെ മേലെ എന്തും വെച്ച് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഫൗണ്ടേഷൻ ആണെന്ന് മനസ്സിലാക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഡേ 4 നമ്മൾ സ്ട്രക്ചർ, ഇംഗ്ലീഷിന്റെ ഒരു ബേസിക് സെന്റൻസിന്റെ സ്ട്രക്ചർ കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്ട്രക്ചറിൽ തന്നെ സബ്ജക്ട് എന്താണ്, വേർബ് എന്താണ്, അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ ടെൻസസ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ടെൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നടക്കണാണോ, പിന്നെ നടക്കണാണോ, നടന്നു കഴിഞ്ഞാണോ, നടന്നുകൊണ്ടിരിക്കുന്നതാണോ, കാര്യങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിൽ ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ട്. അതിലേക്ക് നമ്മൾ വേർഡ്സ് പ്ലഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മീനിങ് കിട്ടും. അതാണ് ടെൻസ്. ഞാൻ അതിലേക്ക് അങ്ങനെ ഡീപ്പായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ ഡേ 3 പഠിച്ചതാണ്. ഡേ 3 നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതൊരു ടെൻസ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് എവിടെയാണ് നമ്മൾ ആ ടെൻസ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, എന്നിട്ട് ആ സ്ട്രക്ചർ എടുത്തിട്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ യൂസ് ചെയ്യുക, ആ ഒരു സിനാരിയോയിൽ യൂസ് ചെയ്യാം. പിന്നെ എങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂൾസിനെ കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടി വരില്ല. നിങ്ങളുടെ മൗത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേനും ആ വേർഡ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ എല്ലാ ടെൻസ് പഠിക്കുമ്പോഴും കവർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് റുട്ടീൻസും ഫാക്ട്സും പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക, സിംഗുലർ വന്നു കഴിഞ്ഞാൽ V1S യൂസ് ചെയ്യുക. ഇതാണ് ബേസിക് സെന്റൻസിന്റെ സ്ട്രക്ചർ. അതില് ഈ ഒരു സാധനം പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ V1 ആഡ് ചെയ്ത് കൊടുക്കുക. സബ്ജക്ട് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ V1S ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അതാണ് നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള സിനാരിയോ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കൂടെ തന്നെ ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആണ്. ഐ പ്ലേ ഫുട്ബോളിനെ നമുക്ക് ഐ ഡു പ്ലേ ഫുട്ബോൾ എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ആ ഡൂവിന്റെ തൊട്ട് ബാക്കിൽ ഇനി ഡു എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ശരിക്കും പറഞ്ഞു തന്നിട്ടില്ല. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ടെൻസിനും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സിമ്പിൾ സാധനമാണ് ഡു. ആ ഡൂന് യാതൊരു മീനിങ്ങും ഇല്ല. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറ് ഓക്സിലറി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ സിമ്പിൾ ആയിട്ട് ഓക്സിലറി എന്ന് പറയും. അപ്പൊ ആ ഓക്സിലറി തൊട്ട് പിന്നിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. അതായത് നമ്മൾ കളിച്ചോണ്ടിരിക്കുകയല്ല, ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ എന്നും കളിക്കാറുണ്ട്, ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നുള്ളതിനെ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓക്സിലറിയുടെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് നമ്മൾ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് ഒരു ചേർത്ത് പറയണതാണ് ഡോണ്ട്. സോ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഡു യു പ്ലേ? ഇനി ഈ പിരിച്ചെഴുതിയ സാധനത്തിലെ ഓക്സിലറിനെ ഫ്രണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ, ഏതൊരു സെന്റൻസിലും ഓക്സിലറിനെ അടുത്ത് ഫ്രണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയി മാറും. സോ ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ? നീ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ എവറി ഡേ? നീ എന്നും കളിക്കാറില്ലേ? അങ്ങനെ ഇടുന്നുണ്ടെങ്കിലാണ്, അങ്ങനെ ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡോണ്ട് യു പ്ലേ എന്ന് പറയാം. ഓക്കെ,
അപ്പോൾ അതാണ് പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഈ എല്ലാ കാര്യങ്ങളും അതായത് നമ്മളെ ഐക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഐ വരുമ്പോൾ പ്ലേ ആണ് വരാ, പ്ലേസ് അല്ല വരാന്ന് നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവും. ഐ വരുമ്പോൾ ഡു ആണ് വരാ, ഡസ് അല്ല വരാന്ന് നമ്മളെ മൈൻഡിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഈ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ആലോചിച്ച് ഇതിൽ ഇങ്ങനെ പ്ലഗിൻ ചെയ്ത് അങ്ങനെ പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരാൾക്കും ലാംഗ്വേജ് പഠിക്കാനും പറ്റില്ല, അതായത് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ സാധനങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്. ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൗത്തിൽ ആ സെന്റൻസ് വരും, റൈറ്റ് ആയിട്ട് വരും. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് വരില്ല. അപ്പോൾ ഐക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് യുക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ദേക്ക് വേണ്ടിയിട്ട്, അങ്ങനെ സിംഗുലാർ എല്ലാം ട്രൈ ചെയ്യുക 5 റൗണ്ട്. പിന്നെ പ്ലൂറൽ ട്രൈ ചെയ്യുക, സിംഗുലാർ ട്രൈ ചെയ്യുക, 5 റൗണ്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഇത് ആക്ച്വലി നമ്മളുടെ Day 1 Day 2 പ്രാക്ടീസ് ഷീറ്റ് ആണ്. ഇനി നമ്മൾ Day 3 അടുത്തൊരു ദിവസത്തിൽ, അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എൻറ്റയർ പ്രാക്ടീസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമറാണ്. അപ്പോൾ ഗ്രാമറിന്റെ ഫുള്ള് പ്രാക്ടീസ് ഷീറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് എനിക്ക് നോക്കുമ്പോൾ അതിൽ കൂടെ ഒന്ന് 1 വട്ടോ 2 വട്ടോ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാറ്റേൺ ഒരു 21 days കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രാമറിലും യാതൊരു ഡൗട്ട് ഉണ്ടാവില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് സംസാരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പ്രാക്ടീസ് ഷീറ്റ്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ Day 3 ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു റീക്യാപ്പ് എന്നതാണ്. ഇനിയാണ് പുതിയ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ആ പുതിയ കാര്യങ്ങൾ മൂവ് ചെയ്യണതിന് മുൻപ് എനിക്കൊരു ക്വിക്ക് ആയിട്ട് ഒരു സാധനം പറഞ്ഞു തരാണ്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പോകില്ല, കാരണം ഇത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത്രേ ഉള്ളൂ. സിംഗുലാർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഐ ഒരാളുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി വേറെ എക്സെപ്ഷൻ കേസുകളുണ്ട്. അതായത് എവ്രി വൺ എന്ന് പറയുന്നത് അതിന്റെ മീനിങ്, എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നാണ് മീനിങ്. പക്ഷെ ഇംഗ്ലീഷിൽ ഇതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എവ്രിബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും എന്നാണ് മീനിങ്. അപ്പൊ ഒന്നി കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷിൽ അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് സംഭവം? അപ്പൊ ഈ പറയുന്ന എവ്രി വൺ, നോ വൺ, സം വൺ, നോ വൺ എന്ന് പറഞ്ഞാൽ ആരും ഇല്ല, സം വൺ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ, ആരെങ്കിലും ഒരാൾ എന്നുള്ളതാണ് സംബടി, നോബടി എന്ന് പറഞ്ഞാൽ ആരും ഇല്ല. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കുറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ലാസ്റ്റ് വൺ വന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് ബഡി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ സിംഗുലാർ ആണ് പഠിച്ചു വെക്കല്ലേ ചെയ്യേണ്ടത്. ശരിക്കും ഈ പ്രാക്ടീസ് ഷീറ്റിൽ സിംഗുലാറിന്റെ കൂടെ ഇവന്മാരെയും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾസും കൂടി ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൗത്തിൽ വന്നോളും, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ ബേസിക്കലി എനിക്ക് പറയാനുള്ള കാര്യത്രേ ഉള്ളൂ. എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവ്രി വൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമാണ് എന്നുണ്ടെങ്കിലും, അത് ആക്ച്വലി പ്ലൂറൽ ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ അതിനെ സിംഗുലാർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അതിന് ലൈക്ക് എന്ന് പറയില്ല. കാരണം ലൈക്ക് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ V1 യൂസ് ചെയ്യുക പ്ലൂറൽ വരുമ്പോഴാണ്. അപ്പൊ ഇത് സിംഗുലാർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ലൈക്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എവ്രി വൺ ഡു വരില്ല, എവ്രി വൺ ഡസ് ലൈക്ക്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതും പ്രാക്ടീസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിൽ കൂടെ കുറേ ഞാനിരുന്ന് ജഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സമയം കുറേ വേസ്റ്റ് ആവും. അപ്പൊ Day 3 നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി Day 4 പുതിയ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിരുന്നത് എന്നും നടക്കുന്ന കാര്യങ്ങൾ പറയാനും അതുപോലെ ഫാക്ട്സ് പറയാനും ആണെന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് ഈ പേരിൽ പറയുന്ന പോലെ തന്നെ പ്രസന്റിൽ ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പറയില്ല, എന്നാലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടെൻസ് ആണ്. കാരണം ഇതിന് കുറെ സിനാരിയോസ് ഒന്നുമില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണോ, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. അതാണ് വേർഡ് ടു യൂസ്. അപ്പൊ എവിടെയാണ് യൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എപ്പോഴും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രം സിമ്പിൾ പ്രസന്റ് ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെ യൂസ് ചെയ്യാന്ന് മനസ്സിലായി. ഇനി അതിന്റെ സ്ട്രക്ചർ കുറച്ച് കോംപ്ലക്സ് ഒക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഭയങ്കര ഈസി സ്ട്രക്ചർ ആണ്. അപ്പൊ അതിലേക്ക് ഞാൻ ഇപ്പൊ ജമ്പ് ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം തന്നെ ബേസിക് സ്ട്രക്ചർ ഒന്നുകൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ അല്ലേ? അപ്പോൾ ഇതിലേക്ക് വേർഡ്സ് പ്ലഗ് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, അതായത് ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. പക്ഷെ ഇനി നമുക്ക് പറയേണ്ടത് ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ടെന്നല്ല, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അവിടെയാണ് നമ്മളുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത്. പക്ഷെ അതിന് മുൻപ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ ഓക്സിലറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഓക്സിലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്നുള്ളതിന്
നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറയാറുണ്ട്. അതിൽ ഡു എന്ന് പറയുന്നത് വെറും സെന്റൻസിന്റെ ആ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചറിന്റെ ഭാഗം മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ സാധനത്തിനെ ഡൂവിനെയും ഡസിനെയും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഓക്സിലറി. മീനിങ് ഒന്നുമില്ല, ജസ്റ്റ് ആ ടെൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ബേസിക് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരേണ്ടത് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് ടൈം അല്ല, പകരം എനിക്ക് നിങ്ങൾ കാണിച്ചു തരേണ്ടത് സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ് ടൈം ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ബേസിക് സ്ട്രക്ചർ നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല, ബിക്കോസ് നമുക്ക് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ. ഓക്കെ, ഇനി ഈ ബേസിക് സ്ട്രക്ചറിൽ സബ്ജക്റ്റ് വരുന്നു, ഓക്സിലറി വരുന്നു, വെർബ് വരുന്നു, ഒബ്ജക്റ്റ് വരുന്നു, ടൈം വരുന്നു. അപ്പൊ സബ്ജക്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ സിംഗുലറും പ്ലൂറലും ആവാം. ഇനി സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോൾ ഓക്സിലറിയുടെ സമയത്ത് ഓക്സിലറിയുടെ ആ പൊസിഷനിൽ വരുന്നത് ഈ ആം, ഈസ്, ആർ ആണ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ വന്നിരുന്നത് സബ്ജക്റ്റ് വരും, പിന്നെ ഡു ഓർ ഡസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന് വന്നിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വി വൺ വരും പ്ലസ് ഒബ്ജക്റ്റ് ടൈം ആണ് ഇതിന് വന്നിരുന്നത്, നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചറിന് വന്നിരുന്നത്. ഇനി ഇത് എന്ത് പറയാനാണ്? റുട്ടീൻസ് പറയാനും ഫാക്ട്സ് പറയാനും വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ ഈ സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ്, പിന്നെ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡസ് അല്ലെങ്കിൽ ഡു വരും. ഇവിടെ വരുന്നത് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ആണ് ഓക്സിലറിയുടെ സൈഡിൽ വരാം. അതുപോലെ തന്നെ ഈ ഭാഗം കോമൺ ആണ്, V1 ING. V1 ING എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ V1 എന്ന് പറയുന്നത് പ്ലേ ആണെന്നുണ്ടെങ്കിൽ V1 ING എന്ന് പറയുന്നത് ഈ പ്ലേയുടെ കൂടെ ഒരു ING ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ING പ്ലേയിങ് നൈ. അപ്പൊ അതാണ് V1 ING. അത് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ ഇതാണ് സ്ട്രക്ചർ. സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറിയുടെ സ്ഥലത്ത് ആം, ഈസ്, ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. ഫോർ എക്സാമ്പിൾ അത് കഴിഞ്ഞിട്ട് പിന്നെ V1 ING വരും. ഇനി ഈ ഭാഗത്തും യാതൊരു ചേഞ്ചും വരുന്നില്ല, V1 ING എപ്പോഴും കോമൺ ആണ്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് അധികം വെറി ആവേണ്ട കാര്യമില്ല. ഇനി വെറി ആവേണ്ട കാര്യം ഇവിടെയാണ്. ഫോർ എക്സാമ്പിൾ സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഈസ് യൂസ് ചെയ്തോ. ഫോർ എക്സാമ്പിൾ ഹി വന്നു, അപ്പൊ ഹി ഈസ് പ്ലേയിങ്. ഷീ വന്നു, ഷീ ഈസ് പ്ലേയിങ്. ഇറ്റ് വന്നു, ഇറ്റ് ഈസ് വർക്കിംഗ്, whatever. അപ്പോൾ അതാണ് ഈ സിംഗുലാർ വന്നു കഴിഞ്ഞാൽ അപ്പ യൂസ് ചെയ്യാം. ഇനി പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ആർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ യു ആർ വർക്കിംഗ് ഓൺ ദാറ്റ്, റൈറ്റ്? വി ആർ പ്ലേയിങ് ഓർ ദേ ആർ വാച്ചിങ് TV. അപ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഏത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ആർ യൂസ് ചെയ്യാം. പക്ഷെ പ്ലൂറൽ ആയിട്ടുള്ള ഐ വന്നു കഴിഞ്ഞാൽ, പ്ലൂറലാണ് ഐ എന്നുണ്ടെങ്കിലും ഐ ഇടക്ക് ഞാൻ പറയും സിംഗുലാർ ആണ്, ചില സമയത്ത് ഇങ്ങോട്ട് ചായും, ഞാൻ പ്ലൂറലാണ്, സിംഗുലാർ ആണ്, മീനിങ് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചാടി കളിക്കുന്നതുകൊണ്ട് അവനക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആം വെച്ചാൽ മതി. ഐ വന്നു കഴിഞ്ഞാൽ ആം യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി എക്സാമ്പിളിലേക്ക് കാട്ടിത്തരാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് സംഭവം പിടികിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ കുറെ ആൾക്കാർ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സൈസ് കുറവാണ്. അത് ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുമ്പോഴാണ് ഈ ഫോണ്ടിന് സൈസ് കുറവാണ് അങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോഴാണ് നമ്മൾ ഇത് അഡ്രസ് ചെയ്യുന്നതും നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നതും. അപ്പൊ മാക്സിമം ഫീഡ്ബാക്ക് തരാൻ നോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. ഈ പറഞ്ഞ പോലെ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ, പ്ലൂറൽ എന്താണ്? ഐ യു ദേവിയാണ് പ്ലൂറൽ. അപ്പൊ പ്ലൂറൽ വന്നു കഴിഞ്ഞാല് നമ്മളുടെ ഓക്സിലറിയുടെ സ്ഥലത്ത് എന്ത് യൂസ് ചെയ്യണം? ആം അല്ലാന്നുണ്ടെങ്കിൽ ആർ യൂസ് ചെയ്യണം. ബേസിക്കലി ആറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ വന്നു കഴിയുമ്പോൾ മാത്രം, സബ്ജക്റ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ അവൻക്ക് മാത്രം നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് ആം യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം ഹാവിങ് ഫുഡ്, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം ഹാവിങ് ഫുഡ്. അതായത് ഒന്നുകൂടി ഞാൻ സെന്റൻസിന്റെ സ്ട്രക്ചർ പറഞ്ഞുതരാം. പ്ലൂറൽ വന്നു, ഓക്സിലറി ആയിട്ട് ആം അല്ലെങ്കിൽ ആർ വന്നു, പിന്നെ V1 ING വന്നു. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, അതുപോലെ ടൈം എന്ന് പറയുന്നത് പ്രിറ്റി ഓപ്ഷണൽ ആണ്. കാരണം ഈ സ്ട്രക്ചറിൽ തന്നെ ഉണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആ സ്ട്രക്ചറിൽ ഉണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ പോരെ. അപ്പൊ ടൈം നമുക്ക് അവിടെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഐ ആം ഹാവിങ് ഫുഡ്, ഐ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആം യൂസ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഏത് പ്ലൂറൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ആർ യൂസ് ചെയ്യാം. അപ്പോ യു ആർ വാച്ചിങ് TV, റൈറ്റ്? നിങ്ങൾ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവരിപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തോണ്ടിരിക്കല്ലേ. അതുപോലെ തന്നെ ശരിക്കും ഇങ്ങനെ പറയില്ല, ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മേ ബി നമ്മുടെ സിമ്പിൾ പ്രസന്റ് പറയുന്നതാണ് നല്ലത്, ബട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഐ എം വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ടോക്കിംഗ്, നീ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയില്ല. എന്നാലും നമുക്ക് സേക്ക് ഓഫ് ലേണിംഗ് നമുക്ക് അങ്ങനെ സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പഠിക്കാം. ദേ ആർ കമ്മിങ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ്, ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് നമ്മളെ പ്ലൂറൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. പ്ലൂറൽ വരുമ്പോൾ ആം അല്ലെങ്കിൽ ആറ്, അത് ആം എന്ന് പറയുന്നത് ഐക്ക് മാത്രം വേണ്ടിയിട്ടാണ്. അതല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുക. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യു എന്ന് പറയുമ്പോൾ നിങ്ങൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇല്ലേ. ദേ എന്ന് പറയുമ്പോൾ അവർ, വി എന്ന് പറയുമ്പോൾ നമ്മൾ. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പ ആറ് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ V1 ING. V1 ING എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് V1 ING, ഇതാണ് V1 ING, ഹാവിങ്, പ്ലേയിങ്. അപ്പോൾ ഇതാണ് V1 ING. V1 യൂസ് ചെയ്ത് വാച്ച്, പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ V1, അതിന്റെ കൂടെ ഒരു ING കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ V1 ING. അപ്പൊ ഇതാണ് സ്ട്രക്ചർ, മനസ്സിലാക്കി വെക്കുക. ഇനി സിംഗുലാറിലേക്ക് വരുമ്പോൾ അങ്ങനെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. സിംഗുലാർ വന്നോ ഈസി യൂസ് ചെയ്യാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. V1 ING കോമൺ ആണ്, എല്ലാത്തിനും കോമൺ ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റിയ കാര്യങ്ങളാണ്, ഇതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഒബ്ജക്റ്റും മാൻഡാറ്ററി അല്ല, ചില സമയത്ത് ഓപ്ഷണലാണ്. അപ്പോൾ ഹീ ഈസ് ഈറ്റിംഗ് ഫുഡ്, അവൻ ഈറ്റിംഗ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹീറ്റിംഗ് എന്നൊക്കെ വളരെ ലാംഗ്വേജിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഹീ ഈസ് ഹാവിംഗ് ഫുഡ്, ഷീ ഈസ് വാച്ചിങ് TV, ഇറ്റ് ഈസ് മേക്കിംഗ് നോയ്സ്, രാഹുൽ ഈസ്. സോ ഇത്രേ ഉള്ളൂ. സിംഗുലാർ വന്നോ ഈസി യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ മീനിങ്, പിന്നെ V1 ING യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ മീനിങ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ആയിരിക്കും മീനിങ് കിട്ടുന്നു. സോ ഇത് സിമ്പിൾ ആണ്. ഞാൻ ഇതിലേക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വെറുതെ ടൈം കളയുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാന്നുള്ളൂ. സോ അതാണ് നമ്മളെ സ്ട്രക്ചർ. അപ്പൊ നമ്മ എന്തൊക്കെ പഠിച്ചു, എവിടെ യൂസ് ചെയ്യാം, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്തൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ. സബ്ജക്ട് ഐ ആണെന്നുണ്ടെങ്കിൽ ആം യൂസ് ചെയ്യുക. സബ്ജക്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ആർ യൂസ് ചെയ്യുക. സബ്ജക്ട് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഈസി യൂസ് ചെയ്യുക. V1 ING കോമൺ ആണ്, ഒബ്ജക്ട് ടൈം ഓപ്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, സിമ്പിൾ സ്ട്രക്ചർ ആണ്. വെറുതെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വാച്ച് ചെയ്ത് നോക്കി. സിമ്പിൾ ആണ് സാധനം. ഇത് വെറുതെ ഈ സ്ലൈഡിൽ കൂടെ പോയാൽ തന്നെ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചർ മനസ്സിലാക്കി. ഇനി ഇതിൽ കൂടെ എങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിംഗുലാർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, സിംഗുലാറിന്റെ സ്ട്രക്ചർ ഒക്കെ ഞാൻ പറയാണ്. സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ, സബ്ജക്ട് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഈസി യൂസ് ചെയ്യുക. V1 ING ഒബ്ജക്ട് ടൈം, അത് V1 ING കോമൺ ആണ്, ബാക്കിയുള്ള രണ്ടും എന്താണ്, ഓപ്ഷണൽ ആണ്. അപ്പോൾ ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ, ഇത് എഴുതാൻ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഇനി ഇതിന്റെ നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഓക്സിലറി. അതായത് ഓക്സിലറി എന്ന് പറഞ്ഞാൽ മീനിങ് ഇല്ലാത്ത സെന്റൻസിന്റെ ടെൻസിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ ഈ ഓക്സിലറിയുടെ തൊട്ട് പിന്നില് നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അവൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക അല്ല, മേ ബി അവൻ റെസ്റ്റ് എടുക്കുകയായിരിക്കാം, വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കാം, അങ്ങനെ ഒരു മീനിങ് കിട്ടും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് അത് പോകും. അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഹീസ് പ്ലേയിങ് ഫുട്ബോൾ, ആ ഓക്സിലറിയുടെ തൊട്ട് പിന്നിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി. ഹീസ് നോട്ട് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, ഇനി ഈസ് നോട്ട് എന്നുള്ളതിനെ നമ്മ ഈ സ്പീക്കിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഒന്നും കൂടിയും എന്താ പറയാ ചേർത്ത് എഴുതിയിട്ട് ഇങ്ങനെ ആക്കും. ഹി ഇസിന്റ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പോ ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ, ഹി ഈസ് നോട്ട് പ്ലേയിങ് ഫുട്ബോൾ, അസൈൻ തന്നെയാണ്. ഹി ഇസിന്റ് പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇനി ക്വസ്റ്റിനേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആക്ച്വൽ സെന്റൻസിലെ ഓക്സിലറിനെ എടുത്തിട്ട് സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടും. സോ ഈസ് ഹി പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ. ഈസിന്റ് ഹി പ്ലേയിങ് ഫുട്ബോൾ, ഫോർ എക്സാമ്പിൾ ഇതും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അതെല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ്. ഈസ് ഹി പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ. ഇനി ഈസിന്റ് ഹി പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതായത് ഈസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു, അപ്പൊ അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് സിംഗുലാറിന്റെ കേസ്. അതുപോലെ തന്നെ പ്ലൂറലിന്റെ കേസും സെയിം ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. സ്ട്രക്ചറിൽ ഉള്ള വ്യത്യാസം, സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ആർ യൂസ് ചെയ്യുക, ING യൂസ് ചെയ്യുക, ഒബ്ജക്ട് ടൈം ഓപ്ഷണൽ ആണ്. ഓക്കെ, V1 ING യൂസ് ചെയ്യുക, V1 ING ആണ് കേട്ടോ. V1 ING യൂസ് ചെയ്യുക, ഒബ്ജക്ട് ടൈം സെയിം ആണ്. ഓക്കെ, അപ്പൊ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അപ്പൊ ആർ യൂസ് ചെയ്യാം. പ്ലൂറൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആർ യൂസ് ചെയ്യാം.
പിന്നെ V1ING കോമൺ ആണ്, ഇതൊക്കെ കോമൺ ആണ്. സോ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. നൗ ഒന്നും യൂസ് ചെയ്യണ്ട, ടൈം ആക്ച്വലി അതിൻ്റെ ഉള്ളിലുണ്ട്, ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ മാക്സിമം ടൈം ഒഴിവാക്കാൻ നോക്കാം, വെച്ചാലും കുഴപ്പമില്ല. സോ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് പ്ലേയിങ് ഫുട്ബോൾ റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കില്ല. ബേസിക്കലി ആർ എന്ന് പറയുന്നതാണ് ഒരു ഓക്സിലറിയുടെ പിന്നിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അവരിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈ മലയാളം ആക്ച്വലി റോങ് ആണ്, കാരണം ChatGPT അടിച്ചു കഴിഞ്ഞപ്പോൾ മലയാളം കുറെ റോങ് ആയിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ദേ ആറിൻറ്റ് പ്ലേയിങ് ഫുട്ബോൾ, അതായത് ആറും നോട്ടും ഒരുമിച്ച് എഴുതുന്നതിനാണ് നമ്മൾ ആറിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആറിൻറ്റ് പ്ലേയിങ് ഫുട്ബോൾ റൈറ്റ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് തന്നെയാണ് മീനിങ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് മീനിങ്. ഓക്കെ, ഇനി ഈ സാധനത്തിൽ നിന്ന് നമ്മളെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിലെ ഓക്സിലറിനെ പിടിച്ചിട്ട് സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ കിട്ടും, പോസിറ്റീവ് ക്വസ്റ്റ്യൻ കിട്ടും. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ റൈറ്റ് നൗ, അവരിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ആറിൻഡേ, അതായത് ഒരു നോട്ടും കൂടി അവിടെ ആഡ് ചെയ്തെടുത്താൽ നമ്മൾ മറ്റേ എക്സ്പ്രഷൻ കിട്ടും. ഏത്? ആറിൻഡേ പ്ലേയിങ് ഫുട്ബോൾ, അവരിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് പ്ലൂറലിന്റെ കേസ്. എന്നാൽ നമ്മളുടെ പ്ലൂറൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും കൂടി ഉണ്ട്, ഒരു എക്സെപ്ഷണൽ കേസ്. ഐ എന്ന് പറയുന്ന ആൾ അങ്ങോട്ടും കൂടി ചാടിക്കളിക്കുന്നതുകൊണ്ട് ഒരു എക്സെപ്ഷണൽ ആയിട്ട് നമ്മൾ അവനക്ക് ആം ആണ് കൊടുത്തേക്കുന്നത്. സോ ഐ എം പ്ലേയിങ് ഫുട്ബോൾ, പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട്, സോ ആം എന്ന് പറയുന്നതാണ് ഓക്സിലറി, ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐ എം നോട്ട് പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. സോ ഐ എം നോട്ട് എന്നുള്ളതിനെ നമുക്ക് എയിൻറ്റ് എന്ന് പറയാൻ പറ്റും. ഐ എയിൻറ്റ് എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഐ എയിൻറ്റ് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാം. പിന്നെ ആം ഐ പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പോൾ അതും നിങ്ങൾ, അപ്പോൾ ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുക. പ്രാക്ടീസ് ഷീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി തറയാണ്. ഈ നമ്മൾ ഇവിടെ കാണിച്ച സാധനങ്ങൾ ഐക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊന്ന് ഇതാക്കാം. അപ്പോൾ ഐക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും ക്രിയേറ്റ് ചെയ്യുക. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക, ദേക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക, വിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സിംഗുലാറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? എല്ലാതും 5 റൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സാധനം ഉണ്ട്, നിങ്ങളുടെ ഓൺ പ്രാക്ടീസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. മൗത്തും ബ്രെയിനും കണക്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് പറയേണ്ടി വരില്ല. 5 റൗണ്ട്സ് വെച്ചിട്ട് ഈച്ച്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇമോഷൻ ഇൻജെക്ട് ചെയ്തിട്ട് വേണം പറയാൻ. I'm playing football right now, or I'm working on that, I'm not working on that, am I working on that? പിന്നെ ഇത് സ്കിപ്പ് ചെയ്യുക, അങ്ങനെ ചോദിക്കില്ല ഒരിക്കലും. ഓക്കെ, യു ആർ വർക്കിംഗ് ഓൺ ദാറ്റ്, റൈറ്റ്? നിങ്ങൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ശരിയല്ലേ? യു ആർ ഇൻ വർക്കിംഗ് ഓൺ ദാറ്റ്. ആർ യു വർക്കിംഗ് ഓൺ ദാറ്റ്? ആർ ഇൻ യു വർക്കിംഗ് ഓൺ ദാറ്റ്? ദേ ആർ ഫിക്സിങ് ദാറ്റ്. അങ്ങനെ 5 പ്രാവശ്യം, ഇത് ഒരു റൗണ്ട് കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യം വേറെ റൗണ്ട് പോവുക, ഇതും അങ്ങനെ റൗണ്ട് പോവുക. അത്ര ഉള്ള പരിപാടി കഴിഞ്ഞു, സിമ്പിൾ ആണ്. ഇനി 10 മണിക്ക് ഞാൻ ലൈവിൽ വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് 23 മിനിറ്റിന്റെ വീഡിയോ ആയി. ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. 10 മണിക്ക് ലൈവിൽ വരും. അപ്പോൾ അവിടെ പാക്കലാം. ബൈ.